ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ പിരിവ് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് ഇന്നില്ല. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി. ഷബ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, ടോൾ വിലക്ക് അങ്ങനെ തുടരുകയാണല്ലേ? ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്ന് ഏതായാലും ടോൾ പിരിവ് പുനഃസ്ഥാപിക്കും എന്ന് തന്നെയായിരുന്നു കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. കാരണം ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ ഗതാഗത കുരുക്ക് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ടോൾ പിരിവ് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് നീക്കണം എന്ന ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേന്ദ്രവും ഇത് തന്നെ വാദം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് ഇതിൽ ഉത്തരവ് പറയാമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിക്കുന്ന വേളയിൽ മുരിങ്ങൂരിലെ സർവീസ് റോഡുകൾ തകർന്നു എന്ന് കോടതിയെ അഭിഭാഷകർ അറിയിച്ചു. ഹർജിക്കാരും കോടതിയിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഏതായാലും ഈ ഉത്തരവ് നീട്ടിവെക്കാൻ തന്നെ കോടതി തീരുമാനിച്ചത്. വ്യാഴാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് സർവീസ് റോഡ് തകർന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. അത് പരിശോധിച്ചതിന് ശേഷം വീണ്ടും ടോൾ പുനഃസ്ഥാപിക്കുന്നതിൽ തീരുമാനമെടുക്കാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഏതായാലും സുപ്രീം കോടതിയിലും ഈ ദേശീയപാത അതോറിറ്റി സമീപിച്ചിരുന്നു ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട്. എന്നാൽ സുപ്രീം കോടതിയും ഇത് അനുമതി നൽകിയിരുന്നില്ല. ഹൈക്കോടതി തന്നെ ഇതിൽ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. തുടർന്നാണ് ഈ ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിനിടെയാണ് ഇന്നിപ്പോൾ ഈ സർവീസ് റോഡ് തകർന്ന വാർത്ത വരുന്നതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. തുടർന്നാണ് ഈ ഉത്തരവ് നീട്ടിക്കൊണ്ട് കോടതി വിധി പ്രസ്താവിക്കുന്നത്. ഏതായാലും വ്യാഴാഴ്ചയായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. വ്യാഴാഴ്ച ഹർജി പരിഗണിക്കുമ്പോഴേക്കും ഇക്കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് കൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ആ നിലയ്ക്ക് ടോൾ ിലേക്ക് നീങ്ങുവാനുള്ള, വീണ്ടും ടോൾ പിരിവിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ് ഷബ്ന? ഇന്നിപ്പോൾ കളക്ടർ ഓൺലൈനായി ഹാജരായി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. താൽക്കാലിക പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചു എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. തൃശൂർ ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത്. സ്ഥിരം പരിഹാര മാർഗം ഉടൻ സ്വീകരിക്കുമെന്നും കളക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും താൽക്കാലികമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചതായി കോടതിയിൽ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ദേശീയപാത അതോറിറ്റിക്ക് 18 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൽ 13 ലീഗൽ ഡെസ്കിൽ നിന്ന് ഷബ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോ ലെവിൻ കെ വിജയൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഹർജിക്കാരനൊപ്പമാണ് ചേരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലെവിൻ, ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണതല്ലേ? തീർച്ചയായും ലക്ഷ്മി, ഫലപ്രദമായ ഇടപെടൽ 10,000-കണക്കിന് യാത്രക്കാർക്ക് വീണ്ടും ആശ്വാസമാകുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കേസിലെ പ്രധാന ഹർജിക്കാരനായ KPCC സെക്രട്ടറി ഷാജി കോടകണ്ടത്ത് ചേരുന്നു. കോടതിയുടെ തീരുമാനം അറിഞ്ഞല്ലോ. അല്ല, കോടതി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞത് യാത്രക്കാരുടെയും ജനങ്ങളുടെയും ബുദ്ധിമുട്ടിനാണ് മുഖ്യ പ്രാധാന്യം. അതായത് ഈ തട്ടിക്കൂട്ട് പണി കാണിച്ച് കോടതിയിലും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായി കോടതി എന്ന് പറഞ്ഞു. അതായത് മുരിങ്ങൂര് വലിയൊരു ഗർത്തമാണ് ഉണ്ടായിട്ടുള്ളത്. സർവീസ് റോഡിൽ വളരെ വീതി കുറഞ്ഞ സർവീസ് റോഡാണ്. ആ സ്ഥലത്ത് ഗർത്തമുണ്ടായിട്ട് അവൾ വളരെ ലാഘബുദ്ധിയോടെയാണ് കാണുന്നത്. ടണ്ണേജുള്ള വണ്ടികളെ പോകുന്നത്, മനുഷ്യജീവന് അപകടകരമായ രീതിയിലുള്ള അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ കോടതി അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഉത്തരവ് പ്രഖ്യാപിക്കുന്നില്ല എന്നും അത് കേസ് നീട്ടിയതും. ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും രീതിയിൽ കളക്ടർ ടെക്നിക്കൽ കമ്മിറ്റിയോ തീരുമാനത്തിൻ്റെ പ്രകാരം ഈ ടോൾ പിരിവ് ഇതിനെ മരവിപ്പിച്ച് ഉത്തരവ് മാറ്റുകയാണെങ്കിൽ തന്നെ 50% ടോളിന് അവർക്ക് അർഹതയുള്ളൂ. എന്താ കാരണം എറണാകുളം വരെ നമുക്ക് ഇത്രയും വലിയ കാശ് കൊടുത്തിട്ട് സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റില്ല. ഈ സർവീസ് റോഡിലൂടെ ഇപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. അതിനുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ പണി ചെയ്യുമ്പോൾ ഒരുപാട് നീളത്തിൽ സർവീസ് റോഡിലൂടെ ഗതാഗതം ചെയ്യേണ്ടി വരും. അത് വലിയ ഗതാഗത കുരുക്കുണ്ടാവും. അപ്പോൾ ഒരു സംശയമില്ല, കാശ് കൊടുത്തിട്ട് നമുക്ക് സുഗമമായ ഗതാഗതം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ മുഴുവൻ കാശ് കൊടുക്കാൻ നമുക്ക് ജനങ്ങൾക്ക് അതിൻ്റെ ബാധ്യതയില്ല. കോടതി ടോൾ പിരിവ് നിർത്തി 1 മാസത്തോളമായി. അതിനുശേഷം ജില്ലാ ഭരണകൂടവും ഹൈവേ അതോറിറ്റിയും ചെയ്ത നടപടികളിൽ തൃപ്തിയുണ്ടോ ഹർജിക്കാരൻ? തീർച്ചയായിട്ടും തൃപ്തിയില്ല. 49 ദിവസമായി ഇന്ന് അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പണികളാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരു മുന്നൊരുക്കമില്ലാതെയാണ് വെഹിക്കുലർ അണ്ടർ
പാസേജിന് പണി തുടങ്ങിയത്. ഇനി കൊരട്ടിയും കൂടിയും വെഹിക്കിളർ അണ്ടർ പാസേജിന് പണി തുടങ്ങുമ്പോൾ വീണ്ടും ഗതാഗത കുരുക്കുണ്ടാവും, ഒരു സംശയമില്ല. സർവീസ് റോഡ് മെക്കാഡം ചെയ്തിട്ടില്ല, വളരെ ശാസ്ത്രീയമായുള്ള ഇതൊന്നല്ല ചെയ്തിട്ടുള്ളത്. സർവീസ് റോഡ് വീതി കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട PWD പഞ്ചായത്ത് റോഡുകളിലൊന്നും അത് തകർന്നു കിടക്കുകയാണ്. അതിലൊന്നും ദേശീയപാതയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഉണ്ടായിട്ടില്ല. അതിവേഗ നടപടികൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇന്നലെയാണ് ദേശീയപാതയിൽ മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഈ നിലയിലാണ് നിർമ്മാണമെങ്കിൽ അതായത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ കുറേ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. ഒരു റോഡ് പണിയുമ്പോൾ, ഒരു വെഹിക്കിൾ അണ്ടർ പാസേജ് പണിയുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡം, ഇതൊന്നും അവർ കണക്കിലെടുക്കാതെയാണ് അവർ തട്ടിക്കൂട്ട് പണിയാണ് ഈ ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത്, ഈ കരാർ കമ്പനി ചെയ്യുന്നത്. അതിനെ തടയിടാൻ ദേശീയപാത അതോറിറ്റിക്ക് ഒരു കഴിവുമില്ല, അവർക്കൊരു പ്രാപ്തിയുമില്ല. ലക്ഷ്മി, തട്ടിക്കൂട്ട് പണിയാണ് ദേശീയപാതയിൽ ഇപ്പോൾ എന്നുള്ളതാണ് ഹർജിക്കാരൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. നിയമപോരാട്ടം ഇക്കാര്യത്തിൽ തുടരുക തന്നെ ചെയ്യും. ഏതായാലും കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ആ കോടതി ഇടപെടൽ 10,000-കണക്കിന് യാത്രക്കാർക്ക്, കേരളത്തിൻ്റെ 2 ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ആശ്വാസകരമാണ്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ്റെ അടക്കമുള്ള കൃത്യമായ മേൽനോട്ടം ഇക്കാര്യങ്ങളിൽ ഉണ്ടായതോടുകൂടിയാണ് നിലവിൽ മുൻപുണ്ടായിരുന്ന ഒരു വലിയ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് നേരിയ തോതിലെങ്കിലും അയവുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശ്വാസമാണ് ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കോടതിയുടെ ഇടപെടലും ഈ ഹർജി അല്ലെങ്കിൽ ടോൾ പിരിവ് മുന്നോട്ട് നീട്ടിവെക്കാനുള്ള തീരുമാനവും. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.